ഹേ ഗായ്സ്, അപ്പോൾ ഇതൊരു ബർത്ത്ഡേ റിലേറ്റഡ് വ്ളോഗാണ്. എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. നാളാണ് ഓൻ്റെ ബർത്ത്ഡേ. പക്ഷേ ഇന്ന് നമ്മൾ കുറച്ച് പ്ലാനൊക്കെ ഉണ്ട്. അവനെ സർപ്രൈസ് ചെയ്യിപ്പിക്കാനുള്ള ഇതൊക്കെ നമ്മൾ കൂട്ടി വെച്ചേക്കുന്നു. അതൊക്കെ സക്സസ് ആവോ എന്നറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. അങ്ങനെ ഗൈസ്, നമ്മൾ കേക്കും കുറച്ച് സാധനങ്ങളും പോവാണ്. പിന്നെ എൻ്റെ വക സർപ്രൈസ് കേട്ടോ. എൻ്റെ വക കാക്കൊരു ഗിഫ്റ്റുണ്ട്. ഗിഫ്റ്റാണ് കൊടുക്കില്ല, എൻ്റെ വകാണ് ഗൈസ് കേക്ക്. അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ്. ഞാൻ എൻ്റെ അനിയത്തി കൂടി. ബസ് സ്റ്റോപ്പിലെത്തിയപ്പോഴാണെങ്കിൽ പൊരിഞ്ഞ വെയിലാണ് ഗൈസ്. നല്ല ഒന്നൊന്നര വെയിലാണ്. അപ്പം മരത്തിൻ്റെ ചോട്ടിലൊക്കെ നിന്ന് വെയിറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അവസാന ബസ് വന്ന് നമ്മൾ പോവാണ് ഗൈസ്. എന്നിട്ട് നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ട് കാണിക്കാം. പിന്നെ ഗൈസ്, നമ്മൾ വിചാരിച്ച് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പോകാമെന്നുള്ള പ്ലാനാണ് ഉച്ചക്ക്. പക്ഷെ എന്താ വെച്ചാൽ ഒരു ചെറിയ മടി വന്ന്. അതായത് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് പോകാമെന്നുള്ള ആ ഒരു രീതിയിൽ. നമ്മളെ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ അനിയനെ സ്കൂളിൽ നിന്ന് വരുന്നതിന് മുമ്പ് നമ്മൾ വീട്ടിലെത്തണോ, അല്ലെങ്കിൽ എനിക്ക് ഡൗട്ടൊക്കെ അടിക്കും, അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഇതാണ്. പിന്നെ ഗൈസ്, നിങ്ങൾ വിചാരിക്കും ഇതെന്തിനപ്പോൾ ഫാൻസി കയറിയെന്നല്ലേ. ആയിഷിൻ്റെ വക ഓളക്കാക്കൊക്കെ ഓൾ ഗിഫ്റ്റ് വാങ്ങിയില്ല, അത് റാപ്പ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ഫാൻസിയിൽ കയറിയത്. പിന്നെ അതിന് ശേഷം നേരെ നമ്മൾ കേക്ക് വാങ്ങാൻ പോയിട്ടോ. കേക്ക് സെലക്ട് ചെയ്തതിന് ശേഷം പിന്നെ ഒരു പോപ്പർ വാങ്ങി അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. എന്തായാലും ഓൻ എത്തുന്നതിന് മുമ്പ് എത്തണം എന്നുള്ള ആ ഒരു ഇതോട് കൂടിയിട്ടാണ് നമ്മളെല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്തതിനും. ഐശ്വര്യ ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ജേഴ്സിയാണ്. ഓൻ പറഞ്ഞതിന് ഉമ്മനോട് തിങ്കളാഴ്ച ആകുമ്പോഴേക്ക് ജേഴ്സി വാങ്ങണം എന്ന്. അപ്പോൾ ഓള് വാങ്ങാമെന്ന് വിചാരിച്ചു, ഗിഫ്റ്റായിട്ട് അങ്ങനെ കൊടുക്കാമെന്ന്. ഓൻ തീരെ പ്രതീക്ഷിക്കില്ല ഓള് വാങ്ങിക്കൊടുക്കുന്ന കാര്യം. അപ്പോൾ അതൊരു സർപ്രൈസ് ആയിരിക്കും. അങ്ങനെ ചെയ്യുന്ന ഓൻ്റെ ബർത്ത്ഡേ തന്ന് ബിരിയാണി കേട്ടോ എനിക്ക് ഉച്ചക്ക് പമ്മൻ്റെ വക കൂടെ. അങ്ങനെ നമ്മളെല്ലാവരും ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ പായസം ഉണ്ടാക്കൽ പരിപാടിയാണ്. അങ്ങനെ ഇവിടെ ഒരാൾ ഭയങ്കര പണിയാണെന്ന് നിങ്ങൾ വിചാരിക്കും. അനിയൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഉമ്മ പായസം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ മൂപ്പത്തി ഇങ്ങനെ ഇളക്കൽ ചെയ്യുന്നു പരിപാടി. നല്ല സ്വാദിഷ്ടമായ ഉമ്മൻ്റെ സ്പെഷ്യൽ ഉമ്മ ഉണ്ടാക്കിയ പായസം റെഡി. അങ്ങനെ ഗൈസ്, കേക്ക് മുറിക്കുന്ന ടൈമായിട്ടോ. ഇതാണ് ഗൈസ് വാങ്ങിയ കേക്ക്. ഗൈസ്, നമ്മൾ പോപ്പർ പൊട്ടിക്കാൻ നോക്കി. അതായത് ഓന് പുറത്ത് പോയി വരുന്ന ടൈമിൽ പക്ഷേ ചീറ്റിപ്പോയി, പോപ്പർ പൊട്ടി. ആ പ്ലാന് പാളിപ്പോയി. പിന്നെ അതിന് ശേഷം കേക്ക് മുറിക്കാൻ നിന്ന് അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും ഗിഫ്റ്റ്സ് ഒക്കെ കൊടുത്തിട്ടോ എനിക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.